ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വെക്കേഷനൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരും ക്രാഫ്റ്റ് ചെയ്ത് അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ? എനിവേ, ഇന്ന് നമുക്കൊരു അടിപൊളി വോൾ ഡെക്കർ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഫോണിൽ പാട്ട് കേൾക്കുന്നത് പോലെ പണ്ട് സി ഡിയിലായിരുന്നു പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ സി ഡി ആർക്കും വേണ്ട, പെൻ ഡ്രൈവ് ഉണ്ടല്ലോ. എന്തായാലും യാതൊരു ഉപകാരവുമില്ല നമുക്ക് ഈ സി ഡി കൊണ്ട്. എന്നാൽ പിന്നെ കുറച്ച് വോൾ ഡെക്കേഴ്സ് ഉണ്ടാക്കി മുറിയിലൊന്ന് ഹാങ് ചെയ്യാം. വെക്കേഷനൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ മുറിക്ക് കുറച്ച് എസ്തെറ്റിക് ലുക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കണ്ടേ. പിന്നെ ഈ വോൾ ഡെക്കർ ഉണ്ടാക്കാൻ നന്നായി വരയ്ക്കാൻ അറിയണം എന്നൊന്നും ഇല്ല കേട്ടോ. കണ്ണടച്ച് ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണ് ഞാൻ ഈ സി ഡിയിൽ എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 5 സി ഡി എടുത്ത് പേസ്റ്റൽ കളേഴ്സ് അടിക്കണം. ഇനി പേസ്റ്റൽ കളേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് മിക്സ് ചെയ്ത് അടിച്ചാൽ മതി. ഇനി അതൊക്കെ ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ആദ്യം എടുക്കാം. എന്നെ പോലെ വരയ്ക്കാൻ അറിയാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് സ്കെച്ച് ചെയ്യാം. എന്നിട്ട് അതിന്റെ പുറമെ കളർ അടിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യത്തെ സി ഡിയിൽ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മരമാണ്. വെറും മരം, ഇലകളൊന്നുമില്ലാതെ ശിഖരങ്ങൾ മാത്രമുള്ള ഒരു മരം, അതും നീല കളറിലെ മരം. നീലമരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, ഞാനും കണ്ടിട്ടില്ല. നമ്മൾ എല്ലാവരും ചെയ്യുന്നതല്ല, വെറൈറ്റി ആയിട്ട് ചെയ്യണം, എന്നാലേ ആരെങ്കിലും ശ്രദ്ധിക്കൂ. ഇനി കുറച്ച് പക്ഷികളും കൂടെ ആകാം അല്ലേ? ഈ മരത്തിന് പിന്നെ ഞാൻ പൂക്കൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് കാണിക്കാട്ടോ. നെക്സ്റ്റ് സി ഡിയിൽ അവിടെയും ഇവിടെയും കുറെ വട്ടം വരച്ചു കൊടുക്കണം. അതിന് പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും നമുക്ക് വേണ്ട, എന്നാലും ഏകദേശം ഒരു റൗണ്ടിന്റെ ഷേപ്പില്ലേ, ആ രീതിയിൽ വേണം വരയ്ക്കാൻ. ആദ്യ കളർ ഞാൻ കൊടുത്തത് റെഡ് ആയിരുന്നു. ഇനി അത് ഉണങ്ങിയിട്ട് വേണം നമ്മൾ അടുത്ത കളർ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ 2 കളേഴ്സ് കൂടെ ചേർന്ന് മിക്സ് ആയി പോകും. അതൊക്കെ പോട്ടെ. അല്ല, വെക്കേഷനായിട്ട് എന്തായാലും നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഫോട്ടോ അയച്ചു തരണം കേട്ടോ. ഞാൻ എന്തായാലും അത് റീപോസ്റ്റ് ചെയ്യാം. ചില കമൻസ് കണ്ടു, ചേച്ചി ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ. എനിക്കൂടെ അയച്ചു താടോ, ഞാനും കാണട്ടെ. നമ്മുടെ ചാനൽ വഴി ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റുകൾ എന്തായാലും ഞാനത് നമ്മുടെ പേജിൽ റീപോസ്റ്റും ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ വരയ്ക്കുന്ന ഈ ഡിസൈൻ നമ്മുടെ പിൻട്രസ്റ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനാണ്. ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ചാനലിൽ ഗിവ് അവേ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ്, നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് തരേണ്ടത് എന്ന്. ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു മെഗാ ഗിവ് അവേ ഒക്കെ നടത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നല്ലപോലെ വേണം. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ അല്ലേ? നോക്കാം. ഈ പർപ്പിൾ സി ഡിയിൽ ഞാൻ വരയ്ക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കറിയാം. സാധാരണ നമ്മൾ കാണുന്ന ആകാശമല്ല ഇവിടെ, പർപ്പിൾ ആകാശമാണ്. കൂടെ കുറേ നക്ഷത്രങ്ങളും കുഞ്ഞു കുഞ്ഞു മേഘങ്ങളും ഒരു ചന്ദ്രനും. റൗണ്ട് വരച്ചു പോയ മേഘങ്ങളായി, പിന്നെ കുത്തിട്ട് കൊടുത്ത നക്ഷത്രമായി, ഒരു റൗണ്ടിന്റെ പകുതി വരച്ച ചന്ദ്രനുമായി. എന്ത് പെട്ടെന്നാ സംഭവം റെഡി ആയത്. നെക്സ്റ്റ് ഈ പേസ്റ്റൽ ബ്ലൂ സി ഡിയിൽ ബ്ലാക്ക് പെയിന്റ് കൊണ്ട് ഞാനൊരു അബ്സ്ട്രാക്ട് ഡിസൈൻ ആണ് വരച്ചെടുക്കുന്നത്. ഇത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തുടങ്ങാം. കാണുമ്പോൾ ഒരു മരത്തിന്റെ ചില്ലയൊക്കെ പോലെ ഇരിക്കും, പക്ഷെ ഒരു പ്രത്യേക ഡിസൈനാണ് ഇത്. പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ കൊടുക്കണ്ട. ഇതുപോലെ ലൈൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതെ, ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്ന ഒരു 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ മസ്റ്റായും കമന്റ് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെക്കേഷന് ഏത് ടൈപ്പ് വീഡിയോസ് ഒക്കെ കാണാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കാണണമെന്നൊക്കെ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഏതാന്ന് പറയണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഗിവ് അവേയിലൊക്കെ നിങ്ങൾക്കാണ് സമ്മാനം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റ് വേണം എന്നാണ് ആഗ്രഹം? മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ആ ഗിഫ്റ്റ് തന്നെ ഞാൻ തരാനായിട്ട് ശ്രമിക്കാം. അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചുള്ള പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ തരാം, അല്ലെങ്കിൽ ദയവ് ഇതെന്നെ തെറി പറയല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത ക്രാഫ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാണ്, അതെന്തുകൊണ്ടാണെന്നും കൂടെ പറയണം. സോ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യില്ലേ. ദെൻ ഈ സി ഡി ഡിസൈൻ ഒരു ലോങ് വ്യൂ ഗാർഡൻ പോലെയാണ് ഞാൻ വരച്ചത്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയായിട്ടില്ലേ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.